ഒരു നല്ല വിശുദ്ധമാണ് മനസ്സിലാക്കാൻ ചെയ്തത്. പാമ്പാടിക്കാർക്ക് ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ പാമ്പാടിത്തിന്മയുടെ ഗുരു. വിശുദ്ധ പാമ്പാടി തിരുമേനിയെ നാം വിശുദ്ധനായി കാണുന്നതുകൊണ്ട് തന്നെ പാമ്പാടി തിരുമേനിയെ പഠിപ്പിച്ച ഒരു ഗുരുവിനെ തീർച്ചയായും അദ്ദേഹം മറ്റൊരു മതത്തിൻ്റെ അംഗമാണെന്ന് പറയുമ്പോഴും നമുക്ക് അതിൻ്റെ ആദരവോടുകൂടി മാത്രമേ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം പാമ്പാടി തിരുമേനി അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്ത ഗുരുവാണ്. തന്നെയല്ല, ഈ ഗുരു ശിഷ്യനെ ഗുരുവായി കണ്ടുവരുന്നതാണ് അദ്ദേഹം പ്രത്യേകത. അദ്ദേഹം ശിഷ്യനെ ഗുരുവായി കാണുകയും ശിഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ഇടയാക്കി ചെയ്ത ഒരു ഭംഗിയ ദേഹമാണ്. അതുകൊണ്ട് തന്നെ മർത്തലാശാന്റെ ചിത്രം പാമ്പാടി ദേറായി ഉണ്ടാകണമെന്നുള്ളത് നമുക്കും ആഗ്രഹമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുമേനിയുടെ 60ാം ദൈവസന്നിധിയിലുള്ള പ്രവേശനത്തിന്റെ ഭാഗമായി ഭദ്രാസനത്തിന്റെ ശതോത്തര സൗന്ദര്യയുടെ ഭാഗമായിട്ട് ചിത്രം ഇവിടെ വെക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. നിങ്ങളെല്ലാവരും നമ്മുടെ പിതാക്കന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും മധ്യസ്ഥ അഭിപ്രായം ചെയ്യുമ്പോൾ അവർ കൂട്ടത്തിൽ സ്നേഹപൂർവ്വം ഓർക്കേണ്ട ഒരു വ്യക്തിത്വമായി അദ്ദേഹത്തെ കാണുവാൻ മാത്രമായി നൽകിയാൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ പറഞ്ഞത് നമ്മുടെ GMA സെന്ററിന്റെ കാര്യമാണ്. GMA സെന്റർ അതിന്റെ ഏകദേശം 70-75% നിർമ്മാണ പ്രവൃത്തികളൊക്കെ പൂർത്തിയായി നിൽക്കുകയാണ്. ബാക്കിയുള്ള 25% ഉള്ളത് വളരെ ശക്തമായി പണി പൂർത്തീകരിക്കേണ്ട ചില വിഷയങ്ങളാണ്. അതിന്റെ ഫ്ലോറിങ്ങും അതിന്റെ ഫർണിഷിംഗ് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനായിട്ടുള്ളത്. അപ്പൊ അതിന് നല്ല സാമ്പത്തികം ആവശ്യമുണ്ട്. ഈ ഡിസംബർ മാസത്തിലെങ്കിൽ അത് കൂതാശ ചെയ്ത് ഉദ്യോഗത്തിന്റെ ആവശ്യത്തിനായി പ്രതിഷ്ഠിക്കണമെന്നത് നമ്മുടെ വലിയൊരു ആഗ്രഹമാണ്. തുടങ്ങിയിട്ട് നിർമ്മാണം തുടങ്ങിയിട്ട് 4-5 വർഷങ്ങളായതാണ്. അതുകൊണ്ട് അത് പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും നിയോഗമാണ്. അത് നിങ്ങളെല്ലാവരും സഹകരിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം പറയുകയാണ്. ഭാഗ്യസ്മരണായ ഗീവർഗീസ് മാർ യുവാനസ്സഭയുടെ നാമധേയത്തിൽ ബശാലം എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഒരു സ്ഥാപനമാണ് അത്. അതിനുവേണ്ടിയാണ് അഭയവൻ ഫണ്ട്സ് എന്ന പേരിൽ ഒരു പരിപാടി ആരംഭിക്കുന്നത്. വോളണ്ടറി ആയിട്ട് നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കണം. ആരെയും ഫോഴ്സ് തരുകയില്ല. നമുക്ക് പാമ്പാടി ദേറായിലെ വിഷയങ്ങൾക്ക് ഫോഴ്സ് ഒരു കാര്യവും ഇല്ല. വിശ്വാസികൾ അവരുടെ മനസ്സിൽ ഇണങ്ങിയതും മനസ്സിൽ തോന്നുന്നതുമായ കാര്യങ്ങൾ ദൈവത്തോട് ചേർന്ന് ചെയ്യുക എന്നതാണ്. പാമ്പാടി തിരുമേനിയുടെ നാമം ഉയർന്നതിന് വേണ്ടി കൂടിയാണല്ലോ. നമ്മൾ മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ഒന്നുകിൽ 1000 രൂപ പ്രതിമാസം അല്ലെങ്കിൽ 500 രൂപ പ്രതിമാസം കുറച്ച് നാളത്തേക്കെങ്കിലും കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അഭയവൻ ഫ്രണ്ട്സ് എന്ന പേരിലാണ് നടത്തുന്നത്. നമുക്ക് ഒരു ഹെർക്കൂലിയൻ ശ്രമം നടത്തി ഈ ഡിസംബർ മാസത്തിൽ അത് പൂർത്തീകരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. മൂന്നാമത്തെ കാര്യം അതിപ്രധാന ഒരു കാര്യമാണ്. നമ്മുടെ ഇടയിൽ നമ്മളെക്കാൾ സൗന്ദര്യമുള്ള കുറച്ച് പേര് ഇവിടെ പള്ളിയിലുണ്ട് എന്നുള്ളത് നൽകുപോലെ അറിയാം. അതായത് നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാണ്, പക്ഷേ പാപം ചെയ്യാത്ത കുറച്ച് പേര് നമ്മുടെ കുടുംബത്തിലുണ്ട്. ഞാൻ മറ്റേ മദ്രാസിന്റെ ചുമതലയുള്ളപ്പോൾ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഷാഫീറോ. അത് ഫിസിക്കലായിട്ട് തുടങ്ങിയതല്ല, അത് ഓൺലൈനിൽ തുടങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ മദ്രാസിന് പുറത്തും ഉള്ള ഔട്ട്സൈഡ് കേരളയിലെ ഔട്ട്സൈഡ് ഇന്ത്യയിലെ കുഞ്ഞുങ്ങളെ, അതായത് ഓട്ടിസം അതുപോലെ മെന്റലി ചലഞ്ചില് ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളെ ഓൺലൈനിൽ കൂടി പ്രത്യേകമായ പ്രാർത്ഥനാ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിപ്പോഴും 4-5 പേര് തുടങ്ങിയതാണെങ്കിൽ ഇപ്പോൾ ഒരു 10-300 പേരോളം ഓൺലൈനിൽ കൂടി വരാറുണ്ട്. തീർച്ചയായിട്ടും ഓൺലൈൻ ആവശ്യമുള്ളിടത്താണ് ഓൺലൈൻ വേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ഓൺലൈനിന്റെ ആവശ്യമില്ല. ഇവിടെ നമ്മുടെ മെത്രാസനത്തിനുള്ളിലുള്ള ഞാൻ ഈ പറഞ്ഞ കാറ്ററിലുള്ള കുട്ടികൾ പ്രായമുള്ളവരായിരുന്നു. അവർ ഒരുമിച്ച് കൂടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവസരങ്ങൾ ഉണ്ടാകണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഭദ്രാസനത്തിന്റെ ആസ്ഥാനമായ പാമ്പാടി ദേറായി കൂടി വരേണ്ടത് ആവശ്യമാണ്. ഷാഫീറോ എന്ന ഒരു പദമാണ് ഈ കൂട്ടായ്മയ്ക്ക് ഇട്ടിരിക്കുന്നത്. ഷാഫീറോ എന്ന പദത്തിന്റെ അർത്ഥം സൗന്ദര്യമുള്ളത് എന്നാണ്. ഇവിടെ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവരാണ്. കാരണം ഭാവമില്ലാത്തവർ, കളങ്കമില്ലാത്തവർ അവരാണ്. ബാക്കി ആരും നോക്കിയാലും അവർക്ക് അത്ര സൗന്ദര്യം കാണുകയല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ ഒരുപാട് കുട്ടിയൊക്കെ ഇട്ട് രാവിലെ
വൃത്തിയായി കണ്ണാടി നോക്കി ഒക്കെ വന്ന ആളുകളാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ സ്വന്തം സൗന്ദര്യത്തെ, ദൈവം കൊടുത്ത സൗന്ദര്യത്തെ കാത്തു സൂക്ഷിക്കുന്ന, അവർ പോലും അറിയാതെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ഈ ശാപികളെപ്പെട്ടവര് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ പറയുകയാണ്. ഇവിടെ ഇന്ന് കുറച്ചു പേരുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അവരെല്ലാവരെയും സ്നേഹത്തോടെ കാണുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സഹോദരങ്ങളുമാണ്. കുറച്ചുപേർ നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ട്. കൂടാതെ നമ്മുടെ മെത്രാസനത്തിന്റെ വിവിധ ഇടവുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പ്രായമുള്ളവരും ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അവരെ ഒന്ന് ചേർത്ത് നിർത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ JBSന്റെ ഒരു ഭാഗം തന്നെ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന് വേണ്ടി ഉള്ളത് കൂടിയാണ് അറിയാമല്ലോ. ഇപ്പോൾ മോസം സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്, സജീവനം സെന്റർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, വനിതകൾക്കായി മക്രീന സെന്റർ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ പല ചില പേരുകളാണ് ഞാൻ പറഞ്ഞത്. അധിക സൗകര്യമുള്ള ചില പ്രസ്ഥാനങ്ങളുടെ പേരുകളാണ് ഞാനിവിടെ പറഞ്ഞത്. തീർച്ചയായും നമ്മുടെ എല്ലാ ദേവാലയങ്ങളുള്ള ദൈവമക്കൾ ഒരുമിച്ച്, ഇങ്ങനെയുള്ള ദൈവമക്കൾ ഒരുമിച്ച് കൂടാനുള്ള അവസരമായിട്ടാണ് ഈ കല്ലിട്ട പെരുന്നാൾ ദൈവം കൂടി കണക്കാക്കുന്നത്. തീർച്ചയായും നമ്മുടെ ചീരത്തറയിലുള്ള PC ജേക്കബ് മെമ്മോറിയൽ സെന്ററിൽ അവിടെയും ഇതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഭവനങ്ങളിലായിരിക്കുന്നവരെ പോയി ചുമതലക്കാർ പോയി വിസിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെ കൂട്ടുവരുത്തി ചെയ്യുന്ന രീതിയുണ്ട്. ഇത് നമ്മുടെ മദ്രാസത്തിൽ ആരും തന്നെ ശ്രദ്ധിക്കാതെ പോകരുത് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അത് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഇതിനുള്ള പദ്ധതിയോട് സഹകരിക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ പറയുകയാണ്. ഷാഫികളോം സമൂഹത്തിലെ എല്ലാ ദൈവങ്ങളും കൂടുതൽ കൃപ അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കട്ടെ. അവരെ പരിപാലിക്കുന്ന അവരുടെ മാതാപിതാക്കൾ, സ്ഥാപനങ്ങളുടെ ചുമതലക്കാർ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നത് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ സമ്മാനം കൊടുക്കുന്ന കാഴ്ചയിലേക്ക് ഇപ്പോൾ വരികയാണ്. ആദ്യം ദേവാലയങ്ങളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ മുന്നോട്ട് വരാറുണ്ടെങ്കിൽ അവർക്ക് സമ്മാനം കൊടുത്തതിന് ശേഷം സ്ഥാപനങ്ങളിലെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നത്. ദേവാലയങ്ങളിൽ വന്നവരെ